ഒരു മനുഷ്യൻ അത്യന്തം ഭയന്ന നിലയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറി. അവൻ്റെ മുഖത്ത് പൂർണ്ണമായും ഭീതിയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, പതിവ് പോലെ രാവിലെ ഞാൻ നടക്കാൻ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ വീട്ടിലെല്ലാം സാധാരണമായിരുന്നു. പക്ഷെ ഞാൻ തിരികെ വന്നപ്പോൾ വീട്ടിൽ ആരെയും കണ്ടില്ല. എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും വീട്ടിലില്ലായിരുന്നു. ആ മനുഷ്യൻ തുടർന്ന് പറഞ്ഞു, ആദ്യം ഞാൻ കരുതിയത് വെക്കേഷൻ എന്നെ കാണാൻ വന്നതാണ്, തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതി. അതിനാൽ ഞാൻ ഒന്നും പറയാതെ കാത്തിരുന്നു. പക്ഷേ അപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അത് വായിച്ചതോടെ ഞാൻ പൂർണ്ണമായി നടുങ്ങിപ്പോയി. സത്യത്തിൽ അദ്ദേഹം ആരാണ്? അയാളുടെ ഫോണിലേക്ക് വന്ന ആ മെസ്സേജ് അതെന്താണ്? നവംബർ മാസം വനം വകുപ്പിൽ ACF ഓഫീസറായി ജോലി ചെയ്തിരുന്ന 39 വയസ്സുള്ള ശൈലേഷ് എന്നയാൾ. അയാൾ 15 വർഷങ്ങൾക്ക് മുൻപ് നീന എന്നൊരു സ്ത്രീയെ വിവാഹം ചെയ്തു. ഇവർക്ക് 2 മക്കളുണ്ട്. ഒരു 13 വയസ്സുള്ള മകൾ, മറ്റൊരു 9 വയസ്സുള്ള കുട്ടി. ഈ 15 വർഷത്തിനിടയിൽ ശൈലേഷിന്റെ ജോലി കാരണം അവൻ വിവിധ നഗരങ്ങളിലായി വ്യത്യസ്ത സ്ഥലങ്ങളിലായി പോസ്റ്റിങ്ങിലായിരുന്നു. എന്നാൽ അവൻ്റെ ഭാര്യയും കുട്ടികളും സൂറത്തിലെ അവരുടെ ജോയിന്റ് ഫാമിലിയോടൊപ്പം താമസിക്കുകയാണ്. ശൈലേഷിന്റെ ജോലി അത്രയും കഠിനമായതിനാൽ അവന് വീട്ടിൽ പോകാൻ അവധി കിട്ടുന്നതൊക്കെ വളരെ വിരളമായിരുന്നു. അതിനാൽ അവധി ദിവസങ്ങളിൽ അവൻ്റെ ഭാര്യയും കുട്ടികളും അവനെ കാണാൻ വരുമായിരുന്നു. നവംബറിന് മുൻപ് തന്നെ ഉത്സവ അവധികളൊക്കെ കാരണം നീനയും കുട്ടികളും ശൈലേഷിനൊപ്പം താമസിക്കാൻ വന്നിരുന്നു. 2025 നവംബർ മാസം 5 രാവിലെ ശൈലേഷ് നടക്കാനായി വീട്ടിൽ നിന്നും പുറപ്പെട്ടു. നടക്കൽ കഴിഞ്ഞ് വീട്ടിൽ തിരികെ വന്നപ്പോൾ വീട്ടിൽ ആരെയും കണ്ടില്ല. ഭാര്യയും കുട്ടികളും വീട്ടിലില്ല. അവൻ വീട് മുഴുവനും തിരഞ്ഞു. എവിടെയും ആരുമില്ല. ഒരു ശബ്ദം പോലും കേൾക്കാനില്ല. അപ്പോൾ അവനൊരു കാര്യം ഓർമ്മ വന്നു. നീന മുൻപ് പറഞ്ഞിരുന്നു, കുട്ടികളുടെ അവധി കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ ഞാൻ സൂറത്തിലേക്ക് മടങ്ങുമെന്ന്. അതിനാൽ ശൈലേഷ് കരുതിയത് ഒരു പക്ഷേ അവർ രാവിലെ തന്നെ കുട്ടികളുമായി പോയിരിക്കാമെന്ന്. അങ്ങനെ അയാൾ ശാന്തനായി വീട്ടിലിരുന്ന് TV കാണാൻ തുടങ്ങി. അപ്പോഴാണ് അയാളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. മെസ്സേജ് വായിച്ചതോടെ ശൈലേഷ് അത്യന്തം നടുങ്ങിപ്പോയി. ആ മെസ്സേജ് അവൻ്റെ ഭാര്യ നീനയുടേതായിരുന്നു. അതിലെഴുതിയിരുന്നത്, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നും വളരെ ദൂരത്തേക്ക് പോവുകയാണ്. കുട്ടികളെയും എന്നോടൊപ്പം കൊണ്ടുപോകുന്നു. ഇനി ഇതൊന്നും സഹിക്കാനാകില്ല. ഈ ഒരു മെസ്സേജ് വായിച്ചതോടെ ശൈലേഷ് പൂർണ്ണമായും ഭ്രാന്തിയിലായി. അല്പം കഴിഞ്ഞ് അയാൾ സൂറത്തിലെ തൻ്റെ ബന്ധുക്കളെ വിളിച്ചു. നീന അവിടെ എത്തിയെന്ന് ചോദിച്ചു. അതിന് ഇല്ലല്ലോ, അവൾ ഇവിടെ എത്തിയിട്ടില്ലല്ലോ എന്ന മറുപടിയായിരുന്നു വന്നത്. ഇത് കേട്ടതോടെ അയാളുടെ ആശങ്ക കൂടി. ഉടൻ തന്നെ നീനയുടെ സഹോദരനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൾ എനിക്ക് ഇങ്ങനൊരു മെസ്സേജ് അയച്ചു എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എല്ലാവരും അതിശയിക്കുകയും ആഴത്തിൽ ആശങ്കപ്പെടുകയും ചെയ്തു. ഉടൻ തന്നെ ബന്ധുക്കളും അറിയാവുന്നവരുമെല്ലാം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനടുത്തെത്തി. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ചുറ്റുമുള്ള എല്ലായിടത്തും തിരച്ചിൽ നടത്തി. പക്ഷേ നീനയെയും കുട്ടികളെയും എവിടെയും കണ്ടെത്താനായില്ല. ഒരു വിവരവും ലഭിക്കുന്നില്ല. ഇതോടെ അയാൾ തളർന്ന അവസ്ഥയിലായി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഭാര്യയും മക്കളെയും കാണാനില്ല എന്ന് ഒരു പരാതി കൊടുക്കുന്നു. 2025 നവംബർ മാസം 7 പോലീസ് ഈ ഒരു കേസ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുന്നു. വിവിധ ടീമുകൾ രൂപീകരിക്കുന്നു. ഒരു ടീം CCTV ഫുട്ടേജുകൾ പരിശോധിക്കുന്നു. മറ്റൊരു ടീം നീനയുടെ ഫോൺ കോൾ ഡീറ്റെയിൽസ്, ലൊക്കേഷൻസ് എല്ലാം പരിശോധിക്കുന്നു. ബന്ധുക്കൾ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു. പക്ഷേ ഒരു വ്യക്തമായ തെളിവ് ലഭിക്കുന്നില്ല. അടുത്ത ദിവസം ശൈലേഷ് പോലീസിനോട് പറയുന്നു, ഒരു സെക്യൂരിറ്റി ഗാർഡ് എൻ്റെ ഭാര്യയും കുട്ടികളും ഓട്ടോറിക്ഷയിൽ പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പോലീസിന് ഒരല്പം പ്രതീക്ഷയുണ്ടായി. സെക്യൂരിറ്റി ഗാർഡിനെ വിളിച്ച് വിശദമായി ചോദ്യം ചെയ്തു. പക്ഷേ അവൻ പറഞ്ഞ വഴിയിലൂടെ അന്വേഷിച്ചിട്ടും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. CCTVയിൽ നീനയും കുട്ടികളും പോകുന്ന ദൃശ്യങ്ങളെയില്ല. ഫോൺ ലൊക്കേഷൻ പോലും ഈ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിന് പുറത്തേക്ക് പോയിട്ടേയില്ല. ഇവിടെയാണ് ഈ ഒരു കേസിൽ വലിയൊരു സംശയം ഉയരാൻ തുടങ്ങുന്നത്. ഈ മെസ്സേജ് വാസ്തവത്തിൽ നീന അയച്ചതാണോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും സത്യമുണ്ടോ? പോലീസ് വീണ്ടും സെക്യൂരിറ്റി ഗാർഡിനെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അയാൾ തൻ്റെ മൊഴി മാറ്റി. അവൻ പറഞ്ഞത്, ഒരു പക്ഷേ ഞാൻ അവരെ ശരിക്കും കണ്ടിട്ടുണ്ടാകില്ല, എനിക്ക് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കാം, നീനയും കുട്ടികളെയും ഞാൻ കണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന്. ഇത് കേട്ടതോടെ പോലീസിന് കാര്യങ്ങൾ കൂടുതൽ സംശയാസ്പദമായി. ഇതിനിടെ ശൈലേഷ് തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാരണം പറഞ്ഞ്
സൂറത്തിലേക്ക് പോകുന്നു. അവൻ പോലീസിനോട് പറഞ്ഞത് ഞാൻ ഈ കേസുമായി പൂർണ്ണമായും സഹകരിക്കാമെന്ന്. പക്ഷേ ഭാര്യയും കുട്ടികളെയും കാണാനില്ല. പോലീസ് ഇവിടെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അന്വേഷണത്തെ ഫോളോ ചെയ്യാതെ മറ്റൊരിടത്തേക്ക് പോയത് പോലീസിന് വളരെ അസ്വാഭാവികമായി തോന്നി. അതിനാൽ പോലീസ് ശൈലേഷിനെ കുറിച്ച് ആഴത്തിൽ അന്വേഷിക്കാൻ തുടങ്ങി. അവൻ്റെ ഫോൺ കോൾ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിച്ചപ്പോൾ ഒരു നമ്പർ വളരെയധികം ശ്രദ്ധ പിടിച്ചു. ആ നമ്പറിലേക്ക് ശൈലേഷ് വളരെയധികം തവണ വിളിച്ചിട്ടുണ്ട്. ആ നമ്പറിൽ നിന്നാണ് ശൈലേഷിന് കൂടുതൽ കോളുകളും വന്നിരിക്കുന്നത്. പോലീസ് ആ നമ്പർ ട്രേസ് ചെയ്തപ്പോൾ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ജൂനിയർ ഓഫീസറുടേതാണെന്ന് കണ്ടെത്തി. അവൻ്റെ പേര് അമിത് എന്നാണ്. അമിതിനെ ഉടൻ തന്നെ വിളിച്ച് ചോദ്യം ചെയ്തു. അതിന് പിന്നാലെ 2025 നവംബറിൽ പോലീസ് ഫോറൻസിക് ടീമിനെയും സീനിയർ ഓഫീസർമാരെയും കൂട്ടിക്കൊണ്ട് ശൈലേഷിൻ്റെ ഒഫീഷ്യൽ ക്വാർട്ടേഴ്സിനടുത്തുള്ള ഒറ്റപ്പെട്ട സ്ഥലത്തെത്തി. അവിടെ ശൈലേഷിനെയും അമിതിനെയും കൂട്ടിക്കൊണ്ടുവന്നു. അതോടൊപ്പം നീനയുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും അവിടെ എത്തിച്ചു. പോലീസ് അവിടെ 2 സ്ഥലങ്ങളിൽ കുഴിയെടുക്കാൻ തുടങ്ങി. ആദ്യ സ്ഥലത്ത് വളരെ ആഴത്തിൽ കുഴിച്ചിട്ടും ഒന്നും കണ്ടെത്താനായില്ല. പക്ഷെ അപ്പോഴും പോലീസ് പറഞ്ഞു കൂടുതൽ ആഴത്തിൽ കുഴിക്കണമെന്ന്. അടുത്ത സ്ഥലത്ത് കുഴിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു ഭീകരമായ ദുർഗന്ധം വ്യാപിക്കാൻ തുടങ്ങി. പോലീസ് അവിടേക്ക് ശ്രദ്ധ തിരിച്ചതോടെ അവിടെ നീനയുടെ മൃതദേഹം കണ്ടെത്തി. ശരീരം പുറത്തെടുത്തപ്പോൾ അവളുടെ കുടുംബാംഗങ്ങൾ തളർന്നു വീണു. കണ്ണീരടക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അടുത്ത കുഴിയിൽ പരിശോധിച്ചപ്പോൾ അവിടെ 2 കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. 3 പോലീസ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. അതിനുശേഷം നായകളെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ മുഴുവനും പരിശോധിച്ചപ്പോൾ ബെഡ്റൂമിലെത്തിയപ്പോൾ നായകൾ കഠിനമായി കുരയ്ക്കാൻ തുടങ്ങി. അവിടെ നിന്ന് പോലീസ് ഫിംഗർ പ്രിൻസും മറ്റു തെളിവുകളും ശേഖരിച്ചു. ശൈലേഷിനെ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ തുടങ്ങി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 3 മൃതദേഹങ്ങളും കുടുംബാംഗങ്ങൾക്ക് കൈമാറി. അവരുടെ അന്ത്യകർമ്മങ്ങളും നടത്തി. എങ്കിലും കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഒരച്ഛൻ സ്വന്തം ഭാര്യയെയും മക്കളെയും എങ്ങനെയാണ് കൊല്ലാൻ സാധിക്കുക? നീനയുടെ കുടുംബം പറഞ്ഞത് ഇത് തീർച്ചയായും ഒരാൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം അല്ല. കുഴിയെടുക്കുക, മൃതദേഹങ്ങൾ മാറ്റുക, കുഴിച്ചിടുക, ഇതൊന്നും തീർച്ചയായും ഒരാളെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം അല്ല. ഇതിൽ മറ്റൊരാളുടെ അല്ലെങ്കിൽ ഒന്നിലേറെ പേരുടെ സഹായം ഉണ്ടാകണം. പക്ഷേ പോലീസിന് ഇത് സ്ഥിരീകരിക്കാൻ അധികം തെളിവുകളൊന്നും ലഭിച്ചില്ല. അതുകൊണ്ട് ശൈലേഷിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അന്വേഷണത്തിൽ പുറത്തു വന്നത് ശൈലേഷ് മുൻപ് പോലീസിനോട് പറഞ്ഞത് പകുതി സത്യവും പകുതി കള്ളവുമാണെന്നാണ്. ആദ്യം അവൻ പറഞ്ഞത് ഹോളിഡേയ്സിൽ നീനയും കുട്ടികളും വന്നപ്പോൾ ഞങ്ങൾക്കിടെ വലിയ വഴക്കുണ്ടായി. അവൾ സൂറത്തിൽ തന്നെ താമസിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ കൂടെ ഇവിടെ തന്നെ താമസിക്കുമെന്ന് നീന ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ വഴക്ക് കൂടി. ദേഷ്യത്തിൽ നീനയെ കൊന്നുവെന്നാണ് അവൻ പറഞ്ഞത്. ഇതിൽ ഭയന്നുപോയ അവൻ മക്കളെയും കൊന്നു എന്നും പറഞ്ഞു. പോലീസിന് ഇത് വിശ്വസിക്കാമായിരുന്നു. പക്ഷേ അമിതിനെ ചോദ്യം ചെയ്തപ്പോൾ ഒരു വലിയ വിവരം പുറത്തു വന്നു. അമിത് പറഞ്ഞത് നവംബർ മാസം 2-ന് ശൈലേഷ് എന്നെ വിളിച്ചിട്ട് 2 കുഴികൾ എടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഇതോടെ പോലീസ് ശൈലേഷിനോട് ചോദിച്ചു, നവംബർ മാസം 5-ന് നിങ്ങൾക്കിടയിൽ വഴക്കുകളുണ്ടായി, അറിയാതെ യാദൃശികമായി നീ അവളെ കൊന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തിനാണ് നവംബർ മാസം 2-ന് അമിതിനെ വിളിച്ച് കുഴികളെടുക്കാൻ ആവശ്യപ്പെട്ടത്? ഇത് കേട്ടപ്പോൾ ശൈലേഷിന് യാതൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അവനൊടുവിൽ മനസ്സിലായി ഇനി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന്. അങ്ങനെ അവൻ എല്ലാ രഹസ്യങ്ങളും പോലീസിനോട് പറയാൻ തുടങ്ങി. 2022-ൽ ശൈലേഷ് മറ്റൊരു ഫോറസ്റ്റ് പോസ്റ്റിംഗിലേക്ക് ട്രാൻസ്ഫർ ആയിരുന്നു. അവിടെയാണ് അവൻ തന്നിൽ നിന്നും ഒരു 10 വയസ്സ് കുറഞ്ഞ വനിതാ ഫോറസ്റ്റ് ഓഫീസറെ കാണുന്നത്. കൂടുതൽ സമയം ഒരുമിച്ച് ചിലവഴിക്കാൻ തുടങ്ങിയതോടെ ആ ഒരു സൗഹൃദം പതുക്കെ ഒരു ബന്ധമായി മാറി. അവർക്കിടയിൽ ഒരു പ്രണയം വളർന്നു. ഒരുമിച്ച് ജീവിക്കണം, ഒരേ ജീവിതം പങ്കിടണം എന്നൊരാഗ്രഹം ഇരുവർക്കും ഉണ്ടായി. പിന്നീട് ശൈലേഷും ആ വനിതാ ഓഫീസറും വേറെ ലൊക്കേഷനുകളിലേക്ക് ട്രാൻസ്ഫർ ആയി. എന്നാലും ആ ബന്ധം അവിടെ അവസാനിച്ചില്ല. ചിലപ്പോൾ ശൈലേഷ് ലീവ് എടുത്ത് അവളുടെ സ്ഥലത്ത് ചെന്ന് അവളെ കാണും. മറ്റു ചില സമയങ്ങളിൽ അവൾ ലീവ് എടുത്ത് അവൻ്റെ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിലേക്ക് വരും. ഈ ബന്ധത്തിൽ ശൈലേഷ് അത്രയും ഒബ്സസ്ഡ് ആയി മാറി. അവളെ കാണാൻ വേണ്ടി വലിയ കള്ളങ്ങൾ പറയാൻ പോലും തയ്യാറായി. ഒരു പ്രാവശ്യം ലീവ് നേടാൻ അവൻ തൻ്റെ സീനിയർ ഓഫീസറോട് പറഞ്ഞത് എൻ്റെ മകൻ മരിച്ചുപോയി, എനിക്ക് എങ്ങനെയും പോകണം എന്ന്. 2025 നവംബർ ആയപ്പോഴേക്കും ഇവരുടെ ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് തുടങ്ങി 3 വർഷം പൂർത്തിയായി. അവൻ്റെ ഗേൾ ഫ്രണ്ട് അത്രത്തോളം പോസസീവായിരുന്നു. അവനെ സ്വന്തമാക്കാൻ ഏത് അതിരും കടക്കാൻ അവൾ തയ്യാറായിരുന്നു. ശൈലേഷിനാണെങ്കിൽ അവളുമൊത്തൊരു ജീവിതം വേണം, അവളെ തൻ്റെ ജീവിതത്തിലേക്ക് സ്ഥിരമായി കൊണ്ടുവരണമെന്നായിരുന്നു ആഗ്രഹം. ഇതിനിടെ നീന സൂറത്തിലായിരുന്നു. നീനയും മക്കളും ഒന്നും ക്വാർട്ടേഴ്സിൽ ഇല്ലാത്തപ്പോൾ ശൈലേഷ് തൻ്റെ ബന്ധം സ്വതന്ത്രമായി തുടർന്നു.
ആർക്കും യാതൊരു സംശയവും ഇല്ല. ആരും തന്നെ കാണുമെന്നുള്ള ഭയവും ഇല്ല. പക്ഷെ ഹോളിഡേയ്സിൽ നീനയും കുട്ടികളും ക്വാർട്ടേഴ്സിൽ വന്നു. അവർ കുറച്ച് ദിവസങ്ങൾക്കായാണ് വന്നതെങ്കിലും ശൈലേഷിന് അത് തന്നെ വലിയ ബുദ്ധിമുട്ടായി മാറി. പതിയെ പതിയെ സ്വന്തം കുടുംബം അവനൊരു ഭാരമായി മാറി. ഗേൾ ഫ്രണ്ടുമായി സംസാരിക്കാനും കാണാനും കഴിയാത്തത് അവനെ വല്ലാത്ത ദേഷ്യത്തിലാക്കി. പോരാത്തതിന് നീന അവൻ്റെ കൂടെ തന്നെ സ്ഥിരമായി താമസിക്കുമെന്നുകൂടെ പറഞ്ഞപ്പോൾ ശൈലേഷിൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് പൊട്ടിത്തെറിച്ചു. ഭാര്യയോടും സ്വന്തം കുട്ടികളോടും അവൻ്റെ മനസ്സിൽ വെറുപ്പ് മുളച്ചു. 2025 നവംബറിൽ നീനയും കുട്ടികളും വന്നതോടെ വലിയ വഴക്ക് പൊട്ടിപ്പുറപ്പെട്ടു. നീന ഇനി സൂററ്റിലേക്ക് ഒരിക്കലും മടങ്ങില്ലെന്ന് തീരുമാനിച്ചു. ഇത് ശൈലേഷിൻ്റെ മനസ്സിൽ കുടുംബത്തോടുള്ള ദേഷ്യം കൂടുതൽ ആഴപ്പെടുത്തി. അവൻ അവരെ കാണാൻ പോലും ഇഷ്ടമല്ലാതായി മാറി. അവൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു തടസ്സമായിട്ടാണ് അവൻ കുടുംബത്തെ കണ്ടത്. അന്നവൻ തീരുമാനിച്ചു, ഇവർ സ്വയം പോയില്ലെങ്കിൽ ഞാൻ അവരെ എൻ്റെ വഴിയിൽ നിന്ന് നീക്കം ചെയ്യും. അങ്ങനെ 2025 നവംബറിൽ ശൈലേഷ് അമിതിനെ വിളിച്ച് ക്വാർട്ടേഴ്സിന് പിന്നിലെ ഒറ്റപ്പെട്ട സ്ഥലത്ത് 2 കുഴികൾ എടുക്കാൻ ആവശ്യപ്പെട്ടു. വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ശൈലേഷ് തൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ നവംബർ മാസം 5-ാം തീയതി തിരഞ്ഞെടുത്തു. അന്ന് ഹോളിഡേ ആണ്. ആളുകൾ വൈകി എഴുന്നേൽക്കൂ, ആരും കാണില്ല എന്നവൻ വിശ്വസിച്ചു. ഈ സമയം മുഴുവനും ശൈലേഷ് ഗേൾ ഫ്രണ്ടുമായി നിരന്തരം സംസാരിച്ചു. നവംബർ മാസം 4-ന് അവൻ കാമുകിയോടൊരു ചോദ്യം ചോദിച്ചു. ഞാനൊരു വലിയ തീരുമാനമെടുത്താൽ നീ എന്നെ വിട്ടിട്ട് പോകുമോ എന്ന്. അതിനവൾ പറഞ്ഞത്, ഇല്ല, ഒരിക്കലുമില്ല. നീ എന്ത് ചെയ്താലും ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന്. സത്യത്തിൽ 2 പേരും വിദേശത്തേക്ക് പോയി ഒരു പുതിയ ജീവിതം തുടങ്ങാനായിരുന്നു പദ്ധതി ഇട്ടത്. പക്ഷെ പാസ്പോർട്ട് വിസയൊന്നും അപ്പോൾ അവർക്ക് തയ്യാറായിരുന്നില്ല. അങ്ങനെ നവംബർ മാസം 5 എത്തി. രാവിലെ ശൈലേഷ് ഉണർന്നു. നീനയും കുട്ടികളും നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ ഒരു തലയണ എടുത്ത് നീനയുടെ മുഖത്ത് അമർത്തി. അവൾ ശ്വാസം നിർത്തുന്നത് വരെ അവനെ തലയണ മാറ്റിയില്ല. പിന്നീട് കുട്ടികളോടും അവൻ അതേ കാര്യം തന്നെ ചെയ്തു. ക്രൂരമായി അവൻ്റെ കുടുംബത്തെ മുഴുവനും കൊന്നു. തുടർന്ന് ഈ 3 മൃതദേഹങ്ങൾക്കും കല്ലുകൾ കെട്ടി കുഴിയിലെറിഞ്ഞു, മണ്ണിട്ട് മൂടി. ശേഷം അവൻ ഒന്നും സംഭവിക്കാത്തതുപോലെ വീട്ടിലേക്ക് മടങ്ങി. ശാന്തമായിരുന്നു. നീനയുടെ ഫോൺ എയർപ്ലെയിൻ മോഡിലാക്കി. അവളുടെ ഫോണിൽ നിന്നും സ്വന്തം നമ്പറിലേക്ക് മെസ്സേജുകൾ ടൈപ്പ് ചെയ്തു. അതുതന്നെയാണ് പിന്നീട് പോലീസിന് കാണിച്ചു കൊടുത്തത്. നവംബർ മാസം 6-ന് അവൻ അമിതിനെ വിളിച്ച് കൂടുതൽ മണ്ണ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. മണ്ണ് കൊണ്ടുവരുമ്പോൾ ഒരു ഫോറസ്റ്റ് ഗാർഡ് അവിടെ അടുത്തേക്ക് വന്നു. ഈ ഗാർഡ് അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ശൈലേഷ് പറഞ്ഞു, ദയവായി അടുത്തേക്ക് വരരുത്, ഇവിടെ ഒരു പാമ്പുണ്ട്, എൻ്റെ കയ്യിലാണ്, അടുത്തേക്ക് വന്നാൽ കടിക്കുമെന്ന്. അയാളും പാമ്പുണ്ടെന്ന് ഭയന്ന ആ പ്രദേശത്തേക്ക് വന്നില്ല. അങ്ങനെ ആ ഗാർഡും തിരികെ പോയി. നവംബർ മാസം 7-ന് പദ്ധതി അനുസരിച്ച് ശൈലേഷ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഭാര്യയും കുട്ടികളും കാണാനില്ല എന്നൊരു പരാതി നൽകി. അതേസമയം അവൻ സ്വന്തം പാസ്പോർട്ടിനും കാമുകിയുടെ പാസ്പോർട്ടിനും വേണ്ടിയുള്ള നടപടികൾ തുടർന്നു. കാണാതായെന്ന പരാതി നൽകി ഒരുപാട് വ്യാജ കാരണങ്ങൾ പറഞ്ഞ് പോലീസിനെ വഴിതെറ്റിച്ച് ഒടുവിൽ കേസിനെ അടച്ചുപൂട്ടാമെന്നവൻ കരുതി. കേസ് അവസാനം തീർക്കാൻ കഴിയാതൊരു കോൾഡ് കേസായി മാറും എന്നായിരുന്നു അവൻ്റെ ഒരു പ്രതീക്ഷ, ഒരു പദ്ധതി. പോലീസ് അധികമൊന്നും ശ്രദ്ധിക്കില്ലെന്നും പാസ്പോർട്ടും വിസയും വേഗത്തിൽ കിട്ടിയാൽ തൻ്റെ കാമുകിയോടൊപ്പം രാജ്യം വിട്ടു പോകാം എന്നും അവൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇത്രയൊക്കെ പദ്ധതി ഇട്ടിട്ടും ഒരു ചെറിയ പിഴവായിരുന്നു ശൈലേഷിനെ പോലീസിന് മുന്നിൽ കുടുക്കിയത്. പോലീസ് ശൈലേഷിനെ ആദ്യം സംശയിച്ചത് അവൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത നീന അയച്ചതാണെന്ന് അവകാശപ്പെട്ട ആ മെസ്സേജ് ആയിരുന്നു. യഥാർത്ഥത്തിൽ ആ മെസ്സേജ് നീനയുടെ ഫോണിൽ നിന്നും വന്നതല്ല എന്ന് കണ്ടെത്തിയതോടെയാണ് സംശയം കൂടുതലായത്. സത്യത്തിൽ അയാൾ ആ മെസ്സേജ് നീനയുടെ ഫോണിൽ നിന്ന് ടൈപ്പ് ചെയ്തതായിരുന്നു. പക്ഷെ അത് അയച്ചില്ല, ഡ്രാഫ്റ്റിൽ തന്നെ കിടന്നു. കാരണം പെട്ടെന്നുണ്ടായ പരിഭ്രാന്തിയിൽ അയാൾ നീനയുടെ ഫോൺ എയർപ്ലെയിൻ മോഡിലാക്കി. ഇന്റർനെറ്റ് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മെസ്സേജ് ടൈപ്പ് ചെയ്തതിന് ശേഷം അയാൾ സെൻഡാക്കി. പക്ഷെ അത് സെൻഡായില്ല, അത് ഡ്രാഫ്റ്റിൽ തന്നെ കിടന്നു. പിന്നീട് ആ മെസ്സേജിൻ്റെ ഫോട്ടോ ശൈലേഷ് തൻ്റെ സ്വന്തം ഫോണിൽ നിന്നും എടുത്ത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയായിരുന്നു. അവസാനം താൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അവൻ സമ്മതിച്ചപ്പോൾ പോലീസ് അവനെതിരെ കൊലപാതക കുറ്റം ചുമത്തി. പക്ഷേ ശിക്ഷ വിധിക്കപ്പെട്ട സമയത്ത് ശൈലേഷ് കാണിച്ച പെരുമാറ്റം അത്യന്തം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അവനൊരു ദുഃഖമോ ആശങ്കയോ ഭയമോ ഒന്നുമില്ലായിരുന്നു. എന്താണ് സംഭവിച്ചത്? തൻ്റെ മക്കൾക്ക് എന്ത് സംഭവിച്ചു? ഭാര്യയോടും മക്കളോടും താൻ എന്താണ് ചെയ്തത്? ഇതൊന്നും അവനെ ബാധിക്കുന്ന കാര്യമേ അല്ലായിരുന്നു. പോലീസ് ശൈലേഷിൻ്റെ കാമുകിയെയും അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനുമായി വിളിച്ചു. കൊലപാതകങ്ങൾക്ക് മുൻപ് മുതൽ പിന്നീട് വരെയും അവൾ തുടർച്ചയായി അവനുമായി സംസാരിച്ചിരുന്നുവെന്നും അവനുമായി ബന്ധം നിലനിർത്തിയിരുന്നുവെന്നും അവൾക്കും ഇതിൽ പങ്കുണ്ടാകും എന്നായിരുന്നു പോലീസിൻ്റെ സംശയം. എന്നാൽ അവൾക്കെതിരെ യാതൊരു തെളിവും കണ്ടെത്താനായില്ല.
ശൈലേഷിനെ ജയിലിലേക്ക് അയച്ചു. എന്നാൽ അപ്പോഴും പോലീസ് തന്നെ പീഡിപ്പിച്ചുവെന്നും ക്രൂരമായി മർദ്ദിച്ചുവെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമൊക്കെ ആരോപിച്ച് അവൻ പോലീസിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അവൻ ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുകയാണ്. ഇതുവരെയും അവൻ്റെ വിധി പ്രഖ്യാപിച്ചിട്ടില്ല. ഈയൊരു കഥ ഒരു കൊലപാതകത്തിൻ്റെ മാത്രം കഥയല്ല. ഇത് മനുഷ്യൻ്റെ മനസ്സ് വഴിതെറ്റുമ്പോൾ എത്രത്തോളം അന്ധമായേക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഒരു തെറ്റായ ബന്ധം പതുക്കെ ജീവിതത്തെ കയ്യിൽ നിന്നും വഴുതി വീഴ്ത്തും. ആദ്യം കള്ളങ്ങൾ, പിന്നീട് അവഗണന, അവസാനം മനസ്സിൽ വെറുപ്പും ക്രൂരതയും. പ്രണയം ഒരിക്കലും നശിപ്പിക്കാനുള്ള ഒരു അനുമതിയല്ല. സ്വാർത്ഥത പ്രണയമായി മാറുന്ന നിമിഷം അവിടെ നീതിയും മനുഷ്യത്വവും എല്ലാം നശിക്കും, മരിക്കും. ഈ കഥ നമ്മളോട് ഒരേയൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്: ബന്ധങ്ങൾ ഒരിക്കലും മറക്കരുത്. കള്ളങ്ങൾ കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കാൻ ഒരിക്കലും കഴിയില്ല. സ്വന്തം വേദനയ്ക്ക് മറ്റുള്ളവരുടെ ജീവൻ ബലി കൊടുക്കുകയും ചെയ്യരുത്. എന്തൊക്കെ ചെയ്താലും അവസാനം സത്യം ഒരിക്കലും ഒളിച്ചിരിക്കില്ല. അത് പുറത്തു വരിക തന്നെ ചെയ്യും. നീതി ഒരു പക്ഷേ വൈകി വന്നേക്കാം, പക്ഷെ തീർച്ചയായും വരും. എല്ലാവർക്കും ഇതൊരു മുന്നറിയിപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ഇതൊരു മുന്നറിയിപ്പാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് തുടർന്നും കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോകുന്നതിന് മുൻപായി ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും ഒക്കെ ആയിരിക്കും ഈ വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.